ഇതെന്താണെന്ന് മനസ്സിലായോ? അതെ, ഗുലാബ് ജാം, കസ്റ്റർഡ് ഗുലാബ് ജാമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റായ ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ബ്രെഡിൻ്റെയും ബ്രൗൺ ഭാഗം വരുന്നത് മുറിച്ച് മാറ്റി കളയുക. ഇതുപോലെ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആയിരിക്കണം. പിന്നീട് നമ്മൾ ഒരു ബൗളെടുത്തു. അതിലേക്ക് ബ്രെഡുകളെല്ലാം ഇട്ടു. അതിനുശേഷം കുറച്ച് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ ബ്രെഡുകളെല്ലാം കൈകൊണ്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇതുപോലെ ആവണം. ഇനി ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഗുലാബ് ജാമിൻ്റെ വലുപ്പത്തിൽ വേണം എല്ലാം ഉരുളകളും വരാൻ. അതുപോലെ ഉരുട്ടിയെടുത്ത ഉരുളകളാണിതെല്ലാം. ഇനി അതിലേക്കുള്ള പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. പാകത്തിന് വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടുതലാകരുത്. 4 ഏലക്ക ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പഞ്ചസാര അലിയുന്നത് വരെ വെള്ളം ചൂടായാൽ മതി. അത് കഴിഞ്ഞ് അത് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക. ഗുലാബ് ജാം പൊങ്ങി നിൽക്കുവാനുള്ള എണ്ണ വേണം അതിൽ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ഉരുളകളായി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗുലാബ് ജാം ഇട്ട് കൊടുക്കുക. ഇതുപോലെ മുഴുവൻ ഗുലാബ് ജാമും ഇട്ടതിന് ശേഷം തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ ഇളക്കി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഗുലാബ് ജാം എടുക്കാവുന്നതാണ്. ഗുലാബ് ജാമിൽ ക്രാക്കുകളൊന്നും വീഴാൻ പാടില്ല. ഇതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര ലായനിയിലേക്ക് ഓരോ ഗുലാബ് ജാമും ഇട്ട് കൊടുക്കേണ്ടതാണ്. ചൂടോട് കൂടി തന്നെ ഗുലാബ് ജാം അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് പാലും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ കട്ട പിടിക്കാതെ ഇതുപോലെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് വരണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആവശ്യത്തിന് പഞ്ചസാരയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച കസ്റ്റാർഡ് ലായനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് കുറുകുന്നത് വരെ നന്നായി തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത്രയും കുറുകിയാൽ മാത്രം മതി. 1 മണിക്കൂർ പഞ്ചസാര ലായനിയിൽ ഇട്ട് വെച്ച ഗുലാബ് ജാമാണിത്. അതിനുശേഷം അതിലെ പഞ്ചസാര ലായനി ഒഴിവാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് ലായനി മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട നട്ട്സോ ഫ്രൂട്ട്സോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കസ്റ്റാർഡ് ഗുലാബ് ജാം ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.